ഇന്നുണ്ടല്ലോ ഇവിടെ 4 പുറം നല്ല കാറ്റാ. ഇപ്പോഴത്തെ ട്രെൻഡ് ആണെങ്കിൽ കാറ്റ് മേലെയും കീഴേയും സൈഡിലും ഒക്കെയാണല്ലോ. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ലൈവോ എല്ലാവർക്കും ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുമാതിരിയുള്ള ലൈവൊക്കെയാണ് ഞങ്ങളെടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ലൈവ് ചെയ്യുന്ന പ്രതീക്ഷിക്കണ്ട. അതെ, ശരിയാവണില്ല. അച്ചൊക്കെ ഉഷാറാണ്. എനിക്ക് എന്താ അറിയില്ല, ലൈവ് ഓണാക്കുമ്പോ ഒരു മടി, ഭയങ്കര മടി. ഇതാ ലൈവ് എടുത്താലോ എന്താ അവനൊക്കെ തന്നെ കേട്ടാ. ഞാനാണ് ലൈവിന് ഒക്കെ അല്ലാത്ത. പ്രത്യേകിച്ചൊരു കാര്യമില്ല ലൈവിൽ വന്ന് പറയാനൊന്നുമായിട്ട്. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ ലൈവിൽ വന്നിട്ട് കാര്യം ഓർത്തെയാണ്. എന്നപ്പോ വ്ളോഗ് എടുക്കുമ്പോഴത്തേക്കും വല്ല കാര്യം ഉണ്ടോ ചോദിച്ചാ അതെടുത്തേ പറ്റൂ, അത് നമ്മുടെ കണ്ടന്റാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഞാനും എൻ്റെ അച്ഛനും പെനോയിൽ ബിസിനസ്. അപ്പളേ ഞങ്ങൾ 2 പെനോയിലിൻ്റെ എസൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കുപ്പികളിൽ നിറച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു 2-3 മാസത്തേക്കുള്ള പെനോയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ഒന്നിച്ചിട്ട്. ഉണ്ണി, അപ്പൊ അച്ഛനെ എന്റെ ബിസിനസ് പാർട്ട്ണർ അല്ലേ, ഹെൽപ്പ് ചെയ്യൂലേ? സ്കൂളിൽ കലോത്സവം നടക്കുക കാരണം കൊണ്ട് അച്ചൂട്ടൻ ഡെയിലി ഇപ്പൊ വീട്ടിലിരിപ്പാണ് പണി. മൂപ്പരറ്റ് ഒന്നിനും കൂടില്ല. എന്നാൽ കുട്ടികളുടെയൊക്കെ എന്തോരം നല്ല പരിപാടികൾ ഉണ്ടാവും, അതിരുന്ന് കണ്ടൂടെ. അതിനും പോവാണ്ട് വെറുതെ എൻ്റെ പുറകെ നടന്ന് എന്നാ മെനക്കെടുത്ത്. അതാണ് മൂപ്പരുടെ ഒരു ഹോബി കേട്ടോ. ഞാൻ വ്ളോഗൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കെട്ടിയോ ഫോൺ വിളിച്ചു. എടീ, നീ വേഗം പുറപ്പെടു, ഒന്ന് അത്യാവശ്യമായിട്ട് ടൗണിൽ പോകണം. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ പുറപ്പെടുന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിചാരിച്ചു വയറുവേദന കൂടിയിട്ടുണ്ടാവുന്നു. രാവിലെ തൊട്ടിട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ വേഗം മാറ്റാനൊന്നും നിന്നില്ല. ഈ ഒരു ഡ്രസ്സ് പുറത്ത് പോകുമ്പോഴും വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഹോസ്പിറ്റലൊക്കെ പോയി സൂചിയൊക്കെ വെച്ച് വന്നേ ഉള്ളൂ. അത് പറയാം, എൻ്റെ മുന്നേ ഇത് പറയട്ടെ. അപ്പോഴേക്ക് ഇത് കാട്ടിയോ? പിന്നെ ഏട്ടന് ഗ്യാസ് അടിച്ച് കയറിയതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കൂല ആള്. എപ്പോഴും വിശക്കണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലായിടത്തും കഴിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കോപ്പറേറ്റീവ് പോവുക, ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുക, പോരുക. ഇന്നിപ്പോൾ ഇവിടെ റിംഗ് ലൈറ്റും സാധാ നമ്മളെ റൂമിൻ്റെ ബൾബ് ലൈറ്റും ഒന്നുമില്ല. ശരിക്കും നമ്മളെ റൂമത്തെ ആ ഒരു നിറമാണ്. അപ്പോൾ നമ്മളുടെ റിയൽ കളറൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? റിംഗ് ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഫിൽറ്റർ എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും ശരി, ഒരു ഇത്രയും കൂടിയൊക്കെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം എന്നാൽ അതൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഏട്ടൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ഉറക്കമാണ്. ഇഞ്ചക്ഷനൊക്കെ വെച്ചല്ലേ, പിന്നെ ഗുളികയുണ്ട്. അപ്പോൾ എല്ലാം കുടിച്ചതിൻ്റെ ക്ഷീണമാണ് മൂപ്പരിക്കും. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചാൽ മതി, എന്നാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചെയ്യില്ല. അപ്പോൾ ഈ വേദന മാറി കിട്ടി കഴിഞ്ഞാൽ വീണ്ടും ആശാൻ പഴയ തരായിരിക്കും തോന്നുമ്പോൾ മാത്രം, വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കില്ല. എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ജോലിക്ക് പോകണ സമയത്ത്. അപ്പം പിന്നെ കറക്റ്റാണ് കേട്ടോ. ഡോക്ടറത്തൊക്കെ പോയി വന്നിട്ടേ, ആശുപത്രിയിലൊക്കെ പോയി വന്നിട്ട് ഒരു അലച്ചിൽ, ഇങ്ങനെ ഒന്ന് കിടന്നുറങ്ങും, ഒന്ന് ഉറങ്ങിക്കളയണം എന്നുണ്ട്, ഒന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്കൊന്ന് ഉറങ്ങണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എന്താ അറിയോ, നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പെനോയിലിൻ്റെ എസൻസ് ആണിത് കേട്ടോ. 2 ബോട്ടിലുണ്ട്. ഒരെണ്ണത്തിൻ്റെ അച്ചൂട്ടനാണോ ആദ്യമാണോ അറിയില്ല, സ്റ്റിക്കർ പറിച്ചെടുത്ത്. ഡയമണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഫ്ലോർ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ ടോയ്ലറ്റിലൊക്കെ ഒഴിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും. ഞാനിത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു 2 ബോട്ടിൽ മേടിച്ചപ്പോൾ ഓർത്തു എന്നാൽ നിങ്ങൾക്കത് ബോട്ടിലൊക്കെ നിറയ്ക്കുന്നതൊക്കെ കാണിക്കാമെന്ന്. ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഈ എസൻസ് ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒഴിക്കുക. അതിനുശേഷം ഇതിലോട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ലിറ്റർ വെള്ളം കൊടുത്ത് സ്പീഡിൽ മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ബോട്ടിൽ കൊണ്ട് നമുക്ക് 3 ലിറ്റർ പെനോയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഇതും 2ഉം കൂടെ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് 3 ലിറ്റർ വെള്ളം, ഇതിലോട്ട് 3 ലിറ്ററും ഇതിലോട്ട് 3 ലിറ്ററും, ടോട്ടൽ 6 ലിറ്റർ വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് സ്പീഡിൽ നമ്മളത് മിക്സ് ആക്കുക. അത്ര പണിയുള്ളൂ, കഴിഞ്ഞു. എന്നിട്ട് നമ്മളുടെ 1 ലിറ്റർ ബോട്ടിൽ ഉണ്ടാവില്ലേ, ഇത്തിരിയൊക്കെ വലുത്, അതിലൊക്കെ ഇങ്ങനെ നിറച്ച് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത് കേട്ടോ. നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ വാങ്ങിച്ചാൽ തന്നെ
എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞി പോക്കറ്റ് മണിയും ഒക്കെ കിട്ടും. പക്ഷെ നമ്മളാരത് മെനക്കെടൂല ചെയ്യൂല എന്ന് മാത്രം. പിന്നെ അതല്ല, ചെയ്താൽ തന്നെ നമ്മുടെയൊക്കെ അടുത്തുള്ളവരും എല്ലാവരും അത് വാങ്ങിക്കോണമെന്നും ഉണ്ടാവില്ല. കടയിൽ പോയി വാങ്ങിച്ചാലും അതിപ്പോൾ ക്വാളിറ്റി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങിക്കും. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്താരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേര് തയ്യാറാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്, അവളാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇപ്പോൾ അവളങ്ങനെ ചെയ്യണില്ല, ഇപ്പം ഇങ്ങനെ ഒന്നും പറയുന്നത് കേൾക്കാറില്ല. പക്ഷെ അവൾ ഇത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ അവളെ കയ്യിൽ നിന്ന് വല്ലപ്പോഴൊക്കെ ഓരോ ബോട്ടിൽ മേടിക്കാറുണ്ടായിരുന്നു പെനോയിൽ. എന്നുവെച്ചാൽ നമ്മൾ കടയിലാണെങ്കിലും 30, 40, 45 രൂപയൊക്കെ കൊടുക്കണം. പെനോയിലല്ലേ, ഇത് കുടിക്കാനുള്ളതെന്നല്ലല്ലോ. ഈ പറഞ്ഞ കൂട്ട് നിലത്തൊക്കെ ഒഴിച്ച് നല്ല സ്മെല്ല് വരാനും തുടയ്ക്കാനും ടോയ്ലറ്റിലൊക്കെ വരാനും അല്ലേ. അപ്പോൾ ഒരുപാട് റേറ്റിൻ്റെ അത്രയും ക്വാളിറ്റി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല പറയണത്. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും ധൈര്യമായിട്ടൊക്കെ മേടിച്ച് മറ്റുള്ളവരെ ആ രീതിക്കാലും നമുക്ക് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ ചെയ്യുന്നുള്ളതാണ് ഒരു വാസ്തവം. എന്തായാലും ഞാനത് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ മണ്ഡപത്തിൽ നല്ലെണ്ണ കുപ്പികളുണ്ടാവും, വിളക്കെണ്ണ കുപ്പികൾ. അപ്പോൾ ആ കുപ്പികൾ എടുത്തു കൊണ്ടുവന്നിട്ട് 6 കുപ്പി വേണം. 6 കുപ്പി പെറുക്കി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിൽ നിറയ്ക്കാം കേട്ടോ. അപ്പോഴേ ഞാനും എൻ്റെ അച്ചൂട്ടനും മണ്ഡപത്തിൽ പോയിട്ട് 1 ലിറ്റർ കുപ്പിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഞാനും അച്ചൂട്ടനും മണ്ഡപത്തിലേക്ക് കുപ്പി എടുക്കാൻ പോവുകയാണ്. എന്താ വായിൽ നിറച്ച് ഇവിടെ കൊണ്ട് ഇവിടെ വാ മതി ഇവിടേക്കാ എന്നെ കാണുന്നുണ്ടാവും നമുക്ക്. ഇതാണ് നമ്മുടെ മണ്ഡപം. ഇതേ കയറി പോയിട്ടാണ് നമ്മുടെ വീട്. ഒരു വിനോദ എന്ന് പറഞ്ഞിട്ട് ആരോ നമ്മുടെ വീടിൻ്റെ പരിസരവും വീടും ഒക്കെ കാണിക്കുമെന്ന്. പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. നമ്മൾക്ക് കാണിക്കാം, വൈകാതെ ഒരു വ്ളോഗിൽ നമുക്ക് കാണിക്കാം കേട്ടോ. അതുപോലെ നമ്മളെ തറവാട് വീട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇവിടെ ആരൊക്കെ താമസിക്കണേ വെച്ചു. പിന്നെ അതൊക്കെ ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. വരുന്നുണ്ടോ ചേട്ടാ? ഇങ്ങോട്ട് വാ, ഇതാക്കല്ലേ, വാ ഉണ്ണി വേണ്ട. വിക്രസിൻ്റെയും വികൃതിയുടെയും നിറ കൂടാണ് എൻ്റെ അച്ചൂട്ട കേട്ടോ. ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല. അവൻ്റെ കയ്യെത്താവുന്ന ദൂരത്തുള്ള എല്ലാം പിച്ചിയും പറിച്ചും ഇനിയിപ്പോൾ ജന്തുക്കളെ ആണെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞും അങ്ങനെയൊക്കെ ഒരു പൊരിഞ്ഞ വിത്താണ്. ഇത്തിരി വികൃതിയൊക്കെ കൂടുതലാണെങ്കിലും ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ എഡവും വെലവും നടക്കുന്ന ആളും അവൻ തന്നെയാണ് കേട്ടോ. മണ്ഡപത്തിലേ ഈ വിളക്ക് വയ്ക്കാനൊക്കെ എണ്ണ കൊണ്ടുപോലേ, അങ്ങനത്തെ കുറേ കുപ്പികളുണ്ട്. ഇന്നിപ്പോൾ മീനും ഇറച്ചിയൊന്നും തിന്നാത്തോണ്ട് മണ്ഡപത്തിൽ കയറി ഇത് പെറുക്കാൻ പറ്റി. ഇവിടെ മണ്ഡപത്തിൽ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കും കേട്ടോ. പക്ഷേ വെള്ളിയാഴ്ചയാണ് പ്രധാനം എന്ന് വെച്ചാൽ കൽവിളക്കും മൊത്തത്തിൽ കത്തിക്കുന്ന ദിവസം അന്നാണ് ഇവിടെ നാമമൊക്കെ ചൊല്ലുകയും ചെയ്യാറ്. ഇങ്ങനെ നമ്മൾ നല്ലെണ്ണയൊക്കെ വാങ്ങിക്കില്ലേ, വിളക്കെണ്ണ, അങ്ങനെ മേടിക്കുന്ന വിളക്കെണ്ണയുടെ കുപ്പികളാണ് കേട്ടോ. ഒരുപാടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോഴൊക്കെ ഈ പ്ലാസ്റ്റിക്കുകാർക്ക് അങ്ങനെ പെറുക്കി കൊടുക്കും, മറ്റു ചിലപ്പോഴൊക്കെ അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്ന് ഒരു 4 എണ്ണം എടുത്ത് വന്നതാണ്. 2 എണ്ണം ഞാൻ മുന്നേ ഒരു ദിവസം പെറുക്കി കൊണ്ടുപോയത് അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. ഓർമ്മയിൽ കയറി പോവുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ വേറെ ആരുമല്ല, അച്ചൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ട്, എന്തൊക്കെ കിട്ടാതിരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഏറ്റവും അവസാനം മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഏകദേശമൊക്കെ നല്ല രീതിക്ക് വീഡിയോ ഒക്കെ എടുത്തു എന്ന് തോന്നി എനിക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ 2 കുപ്പി കൊണ്ടുവന്ന് വെച്ചിരുന്നു എന്ന്, അതെവിടെ വെച്ചെന്ന് കാണാനില്ല. കുറേ പരക്കം പാഞ്ഞ് തരഞ്ഞു, എന്നിട്ടാണ് പിന്നെ അത് കിട്ടിയത് കേട്ടോ. കുപ്പിയൊക്കെ കിട്ടി. ഇനിയാണ് മെയിൻ പണി. എണ്ണക്കുപ്പിയല്ലേ, നല്ല രീതിക്ക് മെഴുക്ക് ഇങ്ങനെ ഇഴുകി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ സോപ്പ് പൊടി കലക്കി ഒരു ബക്കറ്റിൽ, എന്നിട്ട് ആ സോപ്പ് പൊടി വെള്ളം അതിലിങ്ങനെ നിറച്ച് വെച്ച് കുലുക്കി കഴിഞ്ഞാൽ പകുതി ആക്കിയിട്ട് ഇങ്ങനെ കുലുക്കുക, എന്നിട്ട് അത് കളഞ്ഞിട്ട് വീണ്ടും അതിൽ സോപ്പ് പൊടി വെള്ളം നിറച്ച് വയ്ക്കുക.
അപ്പോൾ കുറേ മെഴുക്കൊക്കെ പോവുമല്ലോ. പിന്നെ അതിൻ്റെ പുറകിലുള്ള ആ ഒരു സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതും മെഴുക്കും മണ്ണും ചളിയും ഒക്കെ ആയിട്ട് നല്ല വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം മെനകെടാനുള്ള പണിയുണ്ട്. അപ്പോൾ അതൊക്കെ തേച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ അച്ചൂസ് ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നേ കുപ്പി കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട്. ഇടയിൽ ഞാനൊന്ന് അകത്തേക്ക് പോയി. ആ നേരത്തെ എൻ്റെ ആശം കാട്ടിയ പരിപാടി എന്താണ് ഉജാലാക്കിയതിൻ്റെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കളിക്കുക, വെള്ളത്തിൽ കളിക്കുക തന്നെ. ഇനി ഉജാലെടുത്ത് അടിയാണ് കിട്ടും. എന്തിനാ ഉജാല നോക്കണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഒരു ബക്കറ്റ് ഉജാല കലക്കിയിരിക്കുക. അതിപ്പോ പെനോലും കുപ്പി എക്സ്ട്രാ ഉണ്ടാക്കണേനു കുപ്പി ഉജാല വേസ്റ്റ് ആക്കിയല്ലോ. ഉജാല കമ്പനിയോ? അതിന്റെ മുതലാളി ആരാ? അതിന്റെ തൊഴിലാളി ആരാ? ആരാ വാങ്ങുക? അത്ര തന്നെ. എൻ്റെ രണ്ടുണ്ണിയോളും സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും വലിയ രാജകുമാരന്മാരാണ്. എപ്പോൾ നോക്കിയാലും ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ കഴുകി ബക്കറ്റിലിട്ട് വെച്ചാണേ. അപ്പോൾ കുപ്പിയുടെ ഉള്ളിൽ എണ്ണമെഴുക്കിൻ്റെ കുറേശ്ശെ ഉണ്ട്. ഇനി ഇത്തിരി സോപ്പ് പൊടി ആക്കി വെക്കാമെന്ന് പറഞ്ഞു ഞാൻ. എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊന്ന് അകത്ത് പോയി വന്നപ്പോഴത്തേക്കും കുപ്പി ഉജാല ഒരു ബക്കറ്റിൽ ബീച്ച്. അതൊക്കെ ഇതാ കുപ്പിയുള്ളു നിറച്ചിട്ടുള്ളൂ നട്ട്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ആ ഉജാല കുപ്പി മുഴുവൻ എടുത്തിട്ടുണ്ടാവും. ഇനി വെള്ളം ഓഫാക്ക്. കണ്ടോ എണ്ണക്കുപ്പി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ മെഴുക്കുള്ള മാതിരി ഉണ്ടല്ലേ. അതൊന്നും കുഴപ്പമില്ല. കുപ്പി നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഴുക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലൊക്കെ പെനോല് നിറയ്ക്കാം. ഇവിടെ ഉണ്ടല്ലോ, ഏട്ടനാണെങ്കിലും ഞാനാണെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ കൂടാനും അഭിപ്രായങ്ങൾ പറയാനും എന്താ പറയുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ അച്ചൂട്ടനും ആദ്യം മിടുക്കന്മാരാണ് കേട്ടോ. ഒപ്പത്തിനൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. ആദ്യക്ക് ഇന്ന് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവനും ഒപ്പം കൂടും. ഇടയിലായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ ഭക്ഷണമൊന്നും കഴിച്ചാൽ പോണില്ല, വയറിങ്ങനെ തട്ടി വീർത്ത മാതിരി ഉണ്ടായിരുന്നേ. ഞാൻ നമ്മുടെ വീട്ടുവൈദ്യമാണല്ലോ, ഈ ഇഞ്ചി നീരും കല്ലുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ നീരൊക്കെ കൊടുത്തു. പക്ഷെ അതൊന്നും കുടിക്കുമ്പോഴും അങ്ങോട്ട് തൃപ്തിയാവണില്ല. വയറിൻ്റെ ആ ഒരു കട്ടിപ്പ് മാറണേ ഇല്ല. പറയുമ്പോൾ ഇഞ്ചക്ഷൻ വെച്ചാണ്, ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചാണ്. അപ്പം അത് നല്ല രീതിക്ക് ഗ്യാസ് അടിച്ച് കയറിയിട്ടാണ് തോന്നുന്നു. തലേദിവസം ഇങ്ങനെ റവ മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് രാവിലെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. പിന്നെ വൈകുന്നേരം 9:30-10 മണിക്കാണ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച്. അപ്പോൾ അത്രയും നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ടാണ് എന്താണെന്നറിയില്ല, നല്ല രീതിക്ക് ഇത്തവണ ഗ്യാസ് അടിച്ച് കയറി നല്ലോണം ബുദ്ധിമുട്ടിയിട്ടോ. വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്നത് തന്നെയാണ്. പക്ഷെ ഇത്തവണത്തെ വയ്യായിക ഇത്തിരി അധികം മോഷ്ടിച്ചു. മാറും. വൈകിട്ടും നാളെയും അങ്ങനെ 2 ദിവസം ഗുളികയുണ്ട്. അപ്പോൾ അതെല്ലാം കുടിക്കുമ്പോഴത്തേക്കും റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ നല്ല സുഖനിദ്രയിലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ ഇനി ഇത്തിരി നേരത്തെ എണീറ്റാണ്. ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഉറക്കം വന്നായിരുന്നു. ഇന്നലെ വൈകിട്ടാണെങ്കിൽ ഞങ്ങളൊരു സിനിമയും കണ്ട് കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയ അലച്ചിൽ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം. അപ്പോൾ ഒത്തിരി നേരമായിട്ട് ഉറങ്ങിയപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പെനോയിലും കുപ്പി കഴുകാനും നോറാനും നന്നാക്കാനും ഒക്കെയുള്ള ഒരു ഊർജ്ജമൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്ത് പണികളും നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളെ കൂടെ നമ്മളുടെ ഒരു വൈബിലുള്ള ആളും കൂടി ഉണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണ് അല്ലേ. പണിയെടുത്ത ക്ഷീണമോ ബുദ്ധിമുട്ടോ മടിയോ ഒന്നും തോന്നൂല. നല്ല അടിപൊളിയായി വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അപ്പം എൻ്റെ അച്ചൂസ് ഉണ്ടാവുകൊണ്ട് നമ്മുടെ പെനോയിൽ കുപ്പി കഴുകലും നിരക്കലൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. ഏട്ടൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത്രയും കഴിച്ചുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ കഴിക്കാൻ വയ്ക്കണില്ല. എന്നിട്ട് ആ ഇഞ്ചിനീരൊക്കെ കുടിച്ചിട്ട് വീണ്ടും കോലായിട്ട് പോയി ഇത്തിരി നേരം TV കണ്ട് കിടക്കട്ടെയൊക്കെ പറഞ്ഞ് TV ഒക്കെ വെച്ചാണ്. പക്ഷെ ഞാൻ എൻ്റെ പെനോയിലും കുപ്പിയൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ സോപ്പ് പൊടി വെള്ളമൊക്കെ ആക്കി വെച്ച് ഞാൻ കൊലായത്തിൽ ചെന്നപ്പോഴത്തേക്കും മൂപ്പര് അവിടെ കിടന്ന് നല്ല ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉണർത്താണ്ട് കുറച്ച് തുണികൾ പുറത്ത് തിരുമ്പാണ്ടായിരുന്നേ. ആദിത്യൻ്റെ കരാട്ട ഡ്രസ്സ്, പിന്നെ കുറച്ച് യൂണിഫോമും മറ്റും. അപ്പം അതൊക്കെ ഞാൻ പുറത്തുനിന്ന് തിരുമ്പിയെടുത്തു. ആ നേരത്ത് അച്ചൂട്ടൻ വെള്ളത്തിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും നനഞ്ഞു. അപ്പോൾ അവൻ കുളിച്ച് കയറാമെന്നുള്ള ഒരു പരുവത്തിലാണ് വെള്ളത്തിൽ കളിക്കുന്നത് കേട്ടോ.
ഇപ്പം ഞാൻ മെഷീനിലാണെങ്കിൽ രാവിലെ നേരത്തെ തുണികളൊക്കെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അലക്കലും കഴിഞ്ഞിരുന്നു. അപ്പോൾ താഴത്തെ തുണികൾ അലക്കിയതും എല്ലാം കൂടെ മേലേക്ക് തോരയിടാൻ വേണ്ടി കയറി. അതുപോലെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഇല്ലേ, ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡോൺസ് മാജിക് എന്നുള്ള പേജിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല അതിൻ്റെ കൂട്ട് വേറെ 1-2 ഡ്രസ്സസും കൂടെ വന്നിട്ടുണ്ട്. ഇനിയൊരു ബ്ലൂ കളർ ഫ്രോക്ക് നൈറ്റി ഉണ്ട്, പിന്നെ റോസ് കളർ കഫ്താൻ നൈറ്റി. എൻ്റെ ഷോർട്സിൽ ചിലർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു യെല്ലോ കളർ ഫ്രോക്ക് നൈറ്റി എൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഈ നൈറ്റീസൊക്കെ ഞാനിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ഓരോ തവണ ഇട്ടു. നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റിയാണ്, ഒട്ടും കളർ ഇളകുന്നില്ല. മെറ്റീരിയൽസിൻ്റെ കാര്യം പറയേ വേണ്ട, ഏത് ക്ലൈമറ്റിലും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് ഇവരുടെ ഓൾ ഡ്രസ്സസിന് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഫ്രോക്ക് നൈറ്റീസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ക്ലോത്തിൻ്റെ കളേഴ്സും മെറ്റീരിയൽസിൻ്റെ ഗുണവും മാത്രമല്ല കേട്ടോ ഈ ഒരു പേജിൻ്റെ പ്രത്യേകത. ഇവരുടെ പേജിലുള്ള എല്ലാ ഡ്രസ്സസിനും വെറും 399 രൂപയേ വരുന്നുള്ളൂ. മിഷീനത്തെ തുണികളെല്ലാം തോരയിട്ട് ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ മടക്കിയെടുക്കുകയായിരുന്നു കേട്ടോ. ആ നേരത്ത് അച്ചുട്ടനും പിങ്കൂസും നല്ല കളിയാണ്. അച്ചുവിന് എന്ത് സ്പെഷ്യലായിട്ട് കഴിക്കാണ്ടെങ്കിലും അതിൻ്റെ ഒരു പീസ് പിങ്കൂസിന് കൊടുക്കണം, അത് അവന് നിർബന്ധമാണ് കേട്ടോ. ചോക്ലേറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിങ്കൂസിന് പെട്ടെന്ന് അസുഖങ്ങൾ വരുമെന്ന്. അക്കാരണം കൊണ്ട് അത് കൊടുക്കണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്ത് കിട്ടിയാലും മുറുക്ക് ഐറ്റംസ് ഒക്കെ ആയിക്കോട്ടെ, അതുപോലെ ബ്രെഡ്, എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും. തക്കാളി വരെ ഇവളെ കൊണ്ട് കഴിപ്പിക്കും. ബീട്രൂട്ട്, ക്യാരറ്റ്, ഇതെല്ലാം കുഞ്ഞു പീസാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിങ്കൂസ് കഴിക്കും കേട്ടോ. പിങ്കുവിന് നല്ല ഇഷ്ടമാണ്. ഒരു പുറത്തിരുന്ന് അച്ചുവും കഴിക്കും, ഒരു പുറത്തിരുന്ന് പിങ്കുവും കഴിക്കും. പിങ്കുവും അച്ചുവും ഭയങ്കര കൂട്ടാണ്. പിങ്കു ഇല്ല, എന്റെ കുട്ടിൻ്റെ അടുത്താണ്. എന്താ ഒറ്റ വിളി വിളിച്ചാ മതിട്ടാ, അപ്പൊ നമ്മളെ മടിയിൽ വന്നിങ്ങനെ പിങ്കുവാ പിങ്കുവാ. സാധാരണ എൻ്റെ പിങ്കൂസേ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് അത് എടുത്തു കൊണ്ടുവരാൻ പറയൂലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാനും അച്ചുവും ആദ്യം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അച്ചുവിന് മാത്രമേ കൊണ്ടു കൊടുക്കുള്ളൂ, ഞങ്ങൾക്ക് ഒന്നും കൊണ്ടുത്തരില്ല കേട്ടോ. ഇന്ന് പക്ഷെ എന്താണെന്നറിയില്ല, നല്ല യെല്ലോ ഫ്രോക്കൊക്കെ ഇട്ട് കളർഫുള്ളായി ഇരിക്കുന്നതുകൊണ്ടാ തോന്നുന്നു എനിക്ക് എന്നെ കൊണ്ടുത്തരുവാണ്. അച്ചു വലിച്ചെറിഞ്ഞാലും ശരി, ഞാൻ വലിച്ചെറിഞ്ഞാലും ശരി, അത് എനിക്ക് കൊണ്ടു തന്നിട്ട് എൻ്റെ ഒരു മടിയിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാറില്ല, ഇനി എന്താ പറ്റിയെന്നാവോ, മഹാ അത്ഭുതമാണ്. എൻ്റെ അച്ചൂട്ടൻ്റെ കളിസാധനമൊന്നും സാധാരണ ആർക്കും കൊടുക്കാറില്ല കേട്ടോ. ആരെങ്കിലും അതിന്മേൽ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തൊണ്ടിങ്ങനെ ഉരുണ്ടിരിക്കും. പക്ഷേ ഇതിപ്പോൾ അച്ചൂട്ടൻ അങ്ങനെ പൂരത്തിന് എങ്ങനെയോ പോയപ്പോൾ മേടിച്ചാണ്. പക്ഷേ പിങ്കൂസിന് അവനത് കൊടുത്തു കേട്ടോ. അവന് പിന്നെ അത് വേണ്ട, അത് അവൾ എടുത്തോട്ടെ, അത് എൻ്റെ അവളുടെയും കൂടെ എന്നാണ് പറയണത്. ഇപ്പോൾ അച്ചുവിൻ്റെ അല്ല, ഇപ്പം മൊത്തം പിങ്കു ഇത് കൈയടക്കിയിരിക്കുകയാണ്. പിങ്കുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അതുപോലെ അച്ചുവിൻ്റെ വേറൊരു കളിയാണ് ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ അതുമാതിരി ഈ ടെറസിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കും, എന്നിട്ട് മെല്ലെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിങ്കു എങ്ങനെയും അവനെ കണ്ടുപിടിക്കും കേട്ടോ. പക്ഷേ ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരു വഴിയില്ലല്ലോ. അപ്പോൾ അവൾ ആ ഡ്രമ്മിൻ്റെ ചുറ്റും ചാടും. മിക്കവാറും ഇപ്പം അടുത്ത് ചാടി അവൻ്റെ മണ്ടയ്ക്ക് വീഴാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ അവൾ ഏത് ഉയരവും ചാടി കയറും കേട്ടോ. ആ കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് എൻ്റെ പിങ്കു. ഇത്തിരി പോന്ന സാധനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വാശിയും കുറുമ്പൊക്കെ ഉള്ള ആളാണ് കേട്ടോ. വലിയ നായ്ക്കളോടൊക്കെ മൽപ്പിടിക്കാൻ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മനുഷ്യന്മാരെല്ലാവരും ഇഷ്ടമാണ്. ആരെ കണ്ടാലും അവരുടെ കൂടെ കളിക്കാനും കൊഞ്ചാനും ഒക്കെ പോവും. പക്ഷേ ഉണ്ടല്ലോ, നായ്ക്കളെ കാണുന്നത് ഇഷ്ടേയില്ല. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൂക്കി ആർത്ത് ആ നായ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണ്ട് അവൾ അടങ്ങില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നായ മാത്രമല്ല, കാക്ക, ഏതെങ്കിലും കിളികൾ ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഒന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കല്ലേന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും പറയൂ കേട്ടോ. പിങ്കു ഇങ്ങനെ ചാടിയിട്ട് അവളൊരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുക്കുന്ന ആളാണ്. പെട്ടെന്ന് ചിലപ്പോൾ ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ തലമണ്ടയിൽ കൂടെ ചാടുകയും ചെയ്യും. അപ്പം പിന്നെ മേലും നഖമൊക്കെ കൊള്ളില്ലേ. നമ്മുടെ ടെറസിൻ്റെ തരിപ്പ് മുഴുക്ക നടക്കുന്നവളാണ് നമ്മുടെ പിങ്കൂസ്. അപ്പം നിൻ്റെ ഉണ്ണിയോൾക്ക് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. എന്ത് വെച്ചായിത്തീരുന്നൊന്നും ആവോ, ഞാൻ ട്രൈ ചെയ്യാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എന്താ ഇപ്പോൾ പുറത്തുനിന്ന് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ളത് എന്താ പറയുക, ചീസ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചീസ് വാങ്ങിക്കണേ. കഴിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ സാൻഡ്വിച്ചൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒന്ന് വയറ്റി നോക്കിയൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയാമല്ലോ. മയണൈസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടോ.
ഇത് മിൽക്കി മിസ്റ്റിന്റെ ചീസാണ് കേട്ടോ. ഇതിങ്ങനെ സ്ലൈസുകളാണ്. എത്ര ഉണ്ട് ആവും. ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊന്നുമില്ല. വെല്ലുള്ളി അത് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും. പിന്നെ തക്കാളി, പച്ചമുളക് അത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പേരിക്കാൻ മേടിച്ച കാബേജ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൂ. അത് എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മള് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ ഞാൻ ഈ പച്ചക്കറികളൊക്കെ എന്നാൽ കുറുക്കിയെടുക്കട്ടെ. എൻ്റെ ചോപ്പർ കേടുന്നിട്ട് കുറേ ആയിട്ടോ. ഒരു ചോപ്പർ ഇല്ലാത്ത നല്ല ബുദ്ധിമുട്ടാണ്. ചോപ്പർ ഉണ്ടെങ്കിൽ നല്ല അതെല്ലാം കൂടി ഇലക്ട്രിക്കോട് വലിച്ചു കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈ മയോണൈസിൻ്റെ റെസിപ്പി ചേച്ചി പറഞ്ഞു തന്നെയാണ് കേട്ടോ. വീട്ടിൽ പോയപ്പോഴേ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടാണ്. വെറും പാൽ വെച്ചിട്ട്. ഞാൻ മുട്ട ഇട്ടിട്ടാണ് സാധാരണ മയോണൈസ് ഉണ്ടാക്കാറുള്ളത്. വെജിറ്റബിൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പച്ചക്കറിയൊക്കെ നമുക്കിതിൽ കൂട്ടാം കേട്ടോ. നല്ല ക്യാപ്സിക്കം, കളർഫുൾ ആയിട്ടുള്ള ക്യാപ്സിക്കം ഒക്കെ ഉണ്ടാവില്ലേ, അതും കേബേജും തക്കാളിയും മല്ലിച്ചപ്പും ഉള്ളിയൊക്കെ കുറേയും കൂടെ അധികം എടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ വലിയുള്ളി, കേബേജ്, തക്കാളി, ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. മയണൈസ് ഞാൻ ഓൾറെഡി നേരെയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ മുട്ട വെച്ചിട്ടാണ് ഇങ്ങനെ മയണൈസ് ഉണ്ടാക്കാറ്. എനിക്ക് പക്ഷേ അതിനേക്കാളും ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ പാൽ വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കിയപ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മുട്ട വെച്ചുണ്ടാക്കുമ്പോഴേ ആണല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതാകുമ്പോൾ പാലാണ്, അതുകൊണ്ട് ആ കാര്യമൊക്കെ ഓക്കെയാണ്. പിന്നെ മറ്റതിനേക്കാൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു നുറുക്കി വെച്ച പച്ചക്കറികളിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പുപൊടി, ഇത്തിരി നാരങ്ങ നീരും പാർന്ന് കൊടുത്ത് നല്ലോണം അത് മിക്സാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മയണൈസ് ഇല്ലേ അതിലോട്ട് പാരുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോണേ. എന്ന് വെച്ചാൽ മുട്ട കുത്തിപ്പൊരിക്കുക. മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇളക്കിയിട്ട് കുത്തിപ്പൊരിക്കുക. എന്നിട്ട് അത് ഇതിൽ മിക്സ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബ്രെഡും ചീസും വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു പച്ചക്കറി മയോണൈസ് ഈ ഒരു മിശ്രിതം അതിലോട്ട് ഇടുക. അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യുന്ന മാതിരി മുട്ട കുത്തിപ്പൊരിയും കൂടെ ഇട്ടിട്ട് വേറൊരു ബ്രെഡ് വെച്ച് മൂടി അങ്ങനെ കഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒന്നുകൂടി ടേസ്റ്റ് ആവും എന്നൊക്കെ ഓർത്ത് ആ കുത്തിപ്പൊരിച്ച മുട്ട ഉണ്ടായിരുന്നില്ലേ അത് ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. അതിൽ മുട്ട ഇട്ടിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം വെച്ചേക്കരുത്. നമ്മളത് മിക്സ് ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ കഴിച്ചോണം. ഒരുപാട് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടമാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പച്ചക്കറി മാത്രം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു പ്രശ്നമല്ല, നമുക്ക് എപ്പോൾ വേണേലും എടുത്ത് കഴിക്കാവുന്നേ ഉള്ളൂ. ഈ മുട്ടയും കൂടി ഇടുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അത് അത്ര സൂപ്പർ ആവില്ല കേട്ടോ. ബ്രെഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണില്ലല്ലോ, എന്നാലല്ലേ ഇപ്പോൾ ഇതെങ്ങനെ എന്താണെന്നത്. സത്യം പറയാലോ, ഈ ചീസ് എങ്ങനെയാണ് ഈ കവറിൽ നിന്ന് എടുക്കുക എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഈ കവറിൻ്റെ 4 അരികും കീറി പൊട്ടാണ്ട് ആ ചീസിനെ എങ്ങനെയാണ് എടുത്തത് എനിക്കും എൻ്റെ അച്ചൂട്ടനെ അറിയുള്ളൂ. ഇതുവരെ വാങ്ങിച്ചിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല, കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അങ്ങനെയുള്ള ഫുഡുകളിലൊക്കെ ചീസ് ഉണ്ടാവും, അപ്പോൾ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് തന്നെ കഴിച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തന്നെ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല. പക്ഷേ ഈ ബ്രെഡിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഫില്ലാക്കി അങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീസൊക്കെ വാങ്ങിക്കും. യൂട്യൂബ് ഉണ്ടാവുകൊണ്ട് മാത്രം ചീസ് വാങ്ങിച്ചോളാണ് ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവമൊന്നും ഞാൻ ജമ്മത്ത് വാങ്ങിക്കില്ല, ഉണ്ടാക്കില്ല, കഴിക്കില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ഡൗട്ടാണ്, അതൊക്കെ നമുക്ക് ഇഷ്ടമാവുമോ, അതൊക്കെ ഉണ്ടാക്കിയാൽ ശരിയാവുമോ, അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യൂല. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഉള്ള കാര്യം ഇങ്ങോട്ട് പറയാമല്ലോ നിങ്ങളുടെ അടുത്ത്. പണ്ടൊക്കെ ഞാൻ സാധാരണ പഴംപൊരി, നമ്മുടെ കായ ബജി, അതുപോലെ എന്താ പറയുക കുഴക്കട്ട, അത് കുഴക്കട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് കുഴക്കട്ട കഴിക്കാൻ തോന്നുന്നു. അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇതുമാതിരി ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി സംഭവം കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ ഇടയ്ക്ക് ചീസും അതുപോലെ ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂട്ടും കൂടെ ഇട്ട് അതങ്ങനെ ചട്ടിയിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ കഴിക്കാവുന്നേ ഉള്ളൂ. ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ചട്ടിയിൽ വെച്ചാണ് കേട്ടോ. എന്തായാലും സംഭവം കിടുമായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഏട്ടന് ഒരുപാട് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ വയറിന് സുഖമില്ലാത്തല്ലേ, ഇങ്ങനെ ഒരെണ്ണേ കൊടുത്തുള്ളൂ. അത് മൂപ്പർക്ക് നല്ല ഇഷ്ടമായി. അടിപൊളി കഴിവുണ്ട്. അപ്പം ഞങ്ങൾ സാൻഡ്വിച്ച് റെസിപ്പി സൂപ്പറാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. നിൻ്റെ ആദിക്ക് സന്തോഷത്തിൻ്റെ കൊടുമുടിയാവും അല്ലേ?
എനിക്ക് അച്ഛനും ആദിക്കുള്ള ചീസ് ഞാൻ എടുത്ത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ആദിക്കുള്ളത് ആദ്യം ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പറിച്ച് ബ്രെഡിൻ്റെ ഇടയ്ക്ക് വെച്ച് സെറ്റാക്കാമെന്ന് ഓർത്തു. ഇതാ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ചീസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് കേട്ടോ. ബ്ലേഡ് വെച്ചിട്ട് ഇതിൻ്റെ 4 അരികും ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ നല്ല വശം കിട്ടു. എനിക്കൊന്നും വയ്യ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കാനായിട്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാമായിരുന്നു. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിട്ടാണോന്നും അറിയില്ല കേട്ടോ. ഇന്ന് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അച്ചൂസിൻ്റെ വകയാണ് അഗായി അടിച്ചു വരല് കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കി അടുക്കളയൊക്കെ ഇത്രയും നിരത്തി ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങൾ. അപ്പോൾ ഞാനതൊക്കെ കഴുകി ചായ വയ്ക്കുമ്പോഴത്തേക്കും അഗായിയൊക്കെ അവൻ അടിച്ചു വാരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുകയാണ് ഇനി ഉമ്മറ ഏട്ടനെ കൊണ്ട് അടുപ്പിച്ചളേ, എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ അമ്മയുണ്ടല്ലോ, അമ്മ ചെയ്തോളാം, ഒരു കുഴപ്പമില്ല എന്ന്. എന്നുവെച്ചാൽ അച്ചു ചെയ്യുമ്പോൾ അങ്ങനെ പറയില്ല. അച്ചു വല്ലപ്പോഴും ഒക്കെയാണ് എന്തെങ്കിലും പണി എടുക്കാമെന്ന് പറയുള്ളൂ. അതുകൊണ്ട് അച്ഛനോട് ഞാൻ ഓക്കെ അടിച്ചു വാരിക്കോ എന്ന് തന്നെയാണ് പറഞ്ഞേട്ടാ. അപ്പോൾ അങ്ങനെ ആദിക്ക് കഴിക്കാനുള്ളതും ബാക്കിയുള്ള ബ്രെഡുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ഒരാവശ്യമില്ലാണ്ട് ഒന്ന് ചെയ്തതാണ്. അത് വേണ്ടിയിരുന്നില്ല. ആദ്യം പറയുന്നുണ്ട് അത് ചൂടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഇളകുകയാണ്. എന്നുവെച്ചാൽ ബ്രെഡിനൊരു ബലം വരുമല്ലേ, ബ്രെഡ് ഇങ്ങനെ സ്മൂത്തായിട്ടാണ് വേണ്ടത്. അപ്പോഴാണ് ആ ഫില്ലിങ്സ് അതിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ഉണ്ടാക്കി തരാം എന്നൊക്കെ വാക്ക് കൊടുത്ത് അവൻ വന്ന് അവന് കഴിക്കാനുള്ളതും കുടിക്കാനുള്ള ചായയൊക്കെ എടുത്തു കൊടുത്തു. ശേഷം നമ്മളുടെ പെനോയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. നമ്മൾ കുപ്പിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വെച്ചേ ഉള്ളൂ, പെനോയിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ശരിക്കും ഈ പെനോയിൽ നിർമ്മാണം ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ സാധാരണ ഇങ്ങനത്തെ എസൻസ് കുപ്പി മേടിക്കുമ്പോൾ ഈ ഒരു കുപ്പിക്ക് 2 ലിറ്റർ വെള്ളമാണ് എടുക്കാറുള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കുറുക്കവും കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. ഈ കുപ്പിയിൽ എഴുതിയ മാതിരി വെള്ളം ഇതുവരെ എടുത്തിട്ടില്ല. ഇത് വീഡിയോയിൽ കാണിക്കല്ലേ, അപ്പോൾ നമ്മുടെ ഈ ഒരു എസൻസിൽ പറഞ്ഞ മാതിരി തന്നെ കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ ഈ ഒരു ബോട്ടിൽ എസൻസിന് 3 ലിറ്റർ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 6 ലിറ്റർ വെള്ളം ഈ 2 കുപ്പിക്കും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പെനോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സ്മെല്ലാണ്. അതുമാതിരി അത്യാവശ്യം കൊഴുപ്പും കുറുക്കൊക്കെ ഉണ്ടാവാറുണ്ട് 2 ലിറ്റർ ആക്കിയിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇത്തവണ ഞാൻ വെള്ളം പാർന്നതിൽ ഇത്തിരി കൂടിപ്പോയോ എന്ന് സംശയമില്ലാതില്ല. എന്നുവെച്ചാൽ നമ്മുടെ ആ പെനോയിലിൻ്റെ ബോട്ടിലില്ലേ, ആ ബോട്ടിലും കഴുകി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അപ്പോൾ അധികം ആവാറില്ല. എന്നുവെച്ചാൽ നമ്മൾ 1 ലിറ്റർ വെള്ളം കമ്മിയാക്കിയിട്ട് 2 ലിറ്റർ ഒഴിച്ച് പിന്നെ ഈ ഒരു എസൻസ് കുപ്പിയും കഴുകി അതിൽ പാരുമ്പോൾ അത്ര അധികം വെള്ളം കൂടില്ലല്ലോ. അതുപോലെ ഒന്ന് ചെയ്തു. പക്ഷെ അത് പാളിപ്പോയി എന്നാണ് തോന്നുന്നത്. ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കൊണ്ടാണോ കുറുക്കം ഇത്തിരി കുറഞ്ഞു. ഇപ്പോൾ കണ്ടില്ല നല്ല കുറുക്കവും കൊഴുപ്പൊക്കെ ഇല്ലേ. ഇതിലോട്ട് 6 ലിറ്റർ വെള്ളവും 6.5 ലിറ്റർ ആയി കാണും. എന്നുവെച്ചാൽ എസൻസ് കുപ്പി അത്രയല്ലേ ഉള്ളൂ, 250 എങ്ങാണ്ടോ ആണ് തോന്നുന്നു എസൻസ് കുപ്പി. ഞാനിപ്പോൾ ഓർക്കണില്ല. അപ്പം അത്രയും വെള്ളം ഒഴിച്ചപ്പോൾ പാലിലൊക്കെ വെള്ളം ഒരുപാട് ചേർത്തുണ്ടാവുക അവസ്ഥ. അങ്ങനെ സർന്നനെ ഒരു വെള്ളമായിട്ടോ. എനിക്ക് തോന്നുന്നത് ഈ പെനോയിലൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ആൾക്കാർ ഇതിൽ വേറെ എന്തോ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചധികം കൊഴുപ്പും കുറുക്കും ഒക്കെ അവരുടെയൊക്കെ പെനോയിലിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ പെനോയിലൊക്കെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലേ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടോ. എന്നെമാതിരി വീട്ടാവശ്യത്തിന് മാത്രം പെനോയിൽ ഉണ്ടാക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ വിറ്റ് അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നവർക്കും അതൊരു വലിയ സഹായമാവും. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സംഭവം 6 ലിറ്റർ വെള്ളം ഈ ഒരു 2 ബോട്ടിലേക്കും കൂടെ പാർന്നെങ്കിലും നല്ല സ്മെല്ല് ഇതിലുണ്ട്. പക്ഷെ കുറുക്കവും കൊഴുപ്പമില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഒരു വിഷമമുള്ള കാര്യം. പുറത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഒരു എസൻസ് കുപ്പിയിൽ ഈ 2 കുപ്പിക്ക് 6 ലിറ്റർ വെള്ളമൊന്നും ഒഴിച്ച് നമുക്കാർക്ക് വിൽക്കാനൊന്നും പറ്റില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാം എന്നല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കുപ്പിക്ക് 2 ലിറ്റർ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം, പ്രശ്നമില്ല. അത്യാവശ്യം കുറുക്കവും കൊഴുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പൊടിക്കൈകളൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ, മനസ്സിലാക്കിയിട്ട് പഠിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ചിട്ട് പെനോയിൽ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ പറ്റും. അപ്പം അതിന് വീട്ടിൽ ഇതുണ്ടാക്കി വിൽക്കാൻ പറ്റുമോ ഇല്ലേ, അതിന് വേറെ എന്തെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. സോപ്പ് പൊടി നിർമ്മാണം, പെനോയിൽ നിർമ്മാണം, സോപ്പ് നിർമ്മാണം, അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ എനിക്കിനി വലിയൊരു ആഗ്രഹം എന്താ വെച്ചാൽ വീട്ടിൽ കൂനുണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ പറയുക, കൂനിൻ്റെ വിത്ത് നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത്ര. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ആക്കി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൂനുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു വീഡിയോയിൽ തന്നെ
നമ്മുടെ കൂനുവിത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യാം. ഒത്തിരി വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോ പക്ഷേ ഇത്തിരി ലോങ് ആയിട്ടുണ്ട്. കണ്ട് മുഷിങ്ങെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ടും അറിയിച്ചേക്കണം കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. എപ്പോഴും പറയുന്ന മാതിരി തന്നെ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീനെ നമ്മളെയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ ചെയ്യണേ. അങ്ങനെ നമ്മൾ 90 രൂപയുടെ പെനോയിലിൻ്റെ എസൻസ് കൊണ്ട് 6.5 ലിറ്റർ പെനോയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നുവെച്ചാൽ കുപ്പിക്ക് പോലും നമ്മൾ 1 രൂപ ചിലവാക്കിയിട്ടില്ല. നമുക്ക് വെറുതെ കിട്ടിയല്ലേ, നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ നമ്മളുടെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പെനോയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. പെനോയിലൊക്കെ ഉണ്ടാക്കിയല്ലേ ഇങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വലിയമ്മമാർക്ക് ഓരോന്നും കൊണ്ടു കൊടുക്കുകയാണ് അച്ചൂട്ടൻ. എടത്തിമോള് പിന്നെ നന്നു കുഴപ്പമില്ല എന്ന് തന്നെ പറയുണ്ടാവുള്ളൂ. എടത്തിമോളല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിത് ബിസിനസ്സായിട്ടൊന്നും എടുത്തില്ലെങ്കിലും എസൻസ് കുപ്പി മേടിച്ച് പെനോയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് യൂസ് ആക്കാനും നല്ലതാണ് കേട്ടോ. എന്നെ മാതിരി ഇങ്ങനെ ഒരുപാട് കുണ്ടമ്പറ വെള്ളമൊന്നും ഒഴിക്കാണ്ടേ ഇത്തിരി വെള്ളം ഒഴിച്ചുണ്ടാക്കി കഴിഞ്ഞാലും ലാഭം തന്നെയാണ്. പുറത്തുനിന്ന് നമ്മൾ പെനോയിൽ ബോട്ടിൽ മേടിക്കുന്നതിനേക്കാളും ലാഭമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ മുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, എൻ്റെ ആദ്യം അച്ചൂട്ടനും കൂടെ ഒരു മീൻ തൊട്ടിയൊക്കെ ഉണ്ടാക്കിയ ഫ്രിഡ്ജിൻ്റെ തൊട്ടി വെച്ചിട്ട്. അപ്പോൾ അതിൽ താമരയും അമ്പലും ഒന്നും ഇട്ടിട്ടില്ല. തൽക്കാലം ഒരു 10-200 രൂപയുടെ മീൻ വാങ്ങിച്ച് ഇതിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വൈകുന്നേരത്തെ മീൻ തീറ്റ കൊടുക്കുകയാണ് മീൻകുട്ടികൾക്ക്. ആദ്യം വെച്ചുമാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവറ്റിങ്ങളെ എടുത്തിരുന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളേ. ഈ വക കാര്യങ്ങളൊക്കെ അവന്മാർ രണ്ടും കൂടെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഇതിലിങ്ങനെ മണ്ണും മണലോ അങ്ങനെ ചേറോ എന്തൊക്കെയോ ഇട്ടിട്ട് താമരയും ആമ്പലൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ താമര വിത്ത് ആമ്പൽ വിത്തൊക്കെ ഓർഡർ ആക്കാൻ പറ്റുമെങ്കിൽ ഓർഡർ ആക്ക്. അപ്പോൾ അവൻ്റെ സ്കൂളിൻ്റെ അവിടെ ഉണ്ട്, അവിടുന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാണത് കയ്യിൽ കിട്ടുകയെന്നൊന്നും അറിയില്ല. നമ്മുടെ മുന്നേ ഉള്ള വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം, നമ്മളൊരു കോഴക്കവള്ളിയൊക്കെ കുത്തിയിട്ട് കുറേ അത് ഉമ്മർത്ത് അഴയിൽ പടർത്തി, പിന്നെ അത് നമ്മുടെ കവുങ്ങുമതിലില്ലേ അതിലോട്ട് കയറ്റിയിട്ടു. അപ്പം അതുമെന്നൊരു കോഴക്ക് കിട്ടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് വേയായ? ഗ്യാസിൻ്റെ അല്ലേ, മൂത്രത്തിൽ കളഞ്ഞാവോ? നിങ്ങൾ നിന്റെ തോളിൽ കഴിയൊക്കെയുണ്ടേ. ഇല്ലെങ്കിലും ആ ഏട്ടൻ അതത് പുറം മറിച്ചിട്ടുണ്ടോ? ഞാൻ വ്ളോഗിലിടോ അച്ഛൻ പുറം മറിച്ചിട്ട് പോവാ. നിങ്ങൾ ഇതിന്റെ മുന്നേ അങ്ങനെ പോയിട്ടില്ലെന്ന് ആര് കണ്ടു? വൈകുന്നേരം വരുമ്പോ തിന്നാനും തരും.